ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീട്ടിലിരുന്ന് ബോറടിച്ചോ? മടുത്തോ? എല്ലാവരും മടുത്തല്ലേ? എന്നാൽ നമുക്കൊരു ടൂറ് പോയാലോ? ടൂർ പോകാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? പക്ഷെ ഈ കൊറോണ കാലത്ത് നമ്മൾ എങ്ങനെ ടൂർ പോകും? അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ടീച്ചർ ഒരു മാർഗം കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നമുക്കൊരു വെർച്വൽ ടൂർ പോകാം. വെർച്വൽ ടൂർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മൊബൈൽ ഫോൺ ഒക്കെ വഴി പോകുന്ന ടൂറാണ്. എന്നാൽ നമുക്ക് പോവാം. എന്നാൽ എല്ലാരും തയ്യാറായിക്കോളൂ. നമ്മുടെ വെർച്വൽ ടൂർ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ? പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മൾ പോയ സ്ഥലങ്ങളിലെല്ലാം പ്രധാനമായും ഒരു വസ്തു ഉണ്ടായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചോ? കല്ലുകൾ ഉണ്ടായിരുന്നല്ലേ? കല്ലുകൾ അല്ലെങ്കിൽ പാറകൾ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളത് ശ്രദ്ധിച്ചു. പക്ഷെ ടീച്ചറിന് ഒരു കുഞ്ഞു സംശയം. പണ്ട് ടീച്ചർ ആ സ്ഥലങ്ങളിൽ പോയപ്പോൾ ആ പാറകൾക്ക് അതിലും വലുപ്പം ഉണ്ടായിരുന്നോ എന്ന്. പക്ഷെ ആ വലുപ്പം ഇപ്പൊ കുറച്ചു കുറഞ്ഞു. പക്ഷെ പാറകൾക്ക് നല്ല കട്ടിയുണ്ടല്ലേ? ഇങ്ങനെ കട്ടിയുള്ള വസ്തുക്കൾക്ക് എങ്ങനെയാണ് വലുപ്പം കുറയുന്നത്? ചിലപ്പോൾ പാറകൾ പൊട്ടിപ്പോയിട്ടുണ്ടാവാം അല്ലേ? മിടുക്കി. പാറകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പാറകൾ പൊട്ടിപ്പോകുന്നതിനൊരു പേര് പറയും. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. ഇങ്ങനെ പാറകൾ പൊട്ടിപ്പോകുന്നതിന് പറയുന്ന പേരാണ് അപക്ഷയം. എന്താണ്? അപക്ഷയം. അപ്പൊ നമുക്കിന്ന് അപക്ഷയം എന്താണെന്ന് പഠിക്കാം. അപക്ഷയം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. എന്നാൽ അപക്ഷയം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതെന്താണ്? ഇതൊരു കല്ലാണല്ലേ? ഈ കല്ലിന് എന്താണ് പ്രത്യേകതയുള്ളത്? ഇതിനകത്ത് തുളയുണ്ടല്ലേ? പിന്നെ സൈഡുകളെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട്. ശ്രദ്ധിച്ചോ നിങ്ങള്? ഇതെന്താണ്? ചെറിയ ചെറിയ കല്ലുകളാണല്ലേ? എന്നാൽ നമുക്ക് പറയാൻ സാധിക്കില്ലേ ആദ്യം കണ്ട കല്ലുകളിൽ നിന്ന് പൊട്ടിപ്പോയതായിരിക്കാം ഈ കല്ലെന്ന്? പറയാൻ സാധിക്കൂല്ലേ? കാരണം ചിലപ്പോൾ ഈ കല്ലിൽ നിന്നും പൊട്ടിപ്പോയ ഒരു കല്ലായിരിക്കാം ഇത്, അല്ലേ? നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നില്ലേ? ഓക്കെ. ഇതെന്താണ്? മണ്ണാണല്ലേ? എന്നാൽ നമുക്ക് പറയാൻ സാധിക്കുമോ ഈ കല്ലുകൾ പൊട്ടി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കല്ലുകളായി മാറുകയും പിന്നീട് അത് മണ്ണായി മാറുകയും ചെയ്യുന്നു എന്ന് പറയാൻ സാധിക്കില്ലേ? സാധിക്കും. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം, പല കാരണങ്ങൾ കൊണ്ട്. അതെന്താണെന്ന് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടതിൽ നിന്നും അപക്ഷയത്തിന്റെ നിർവചനം എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? പാറകൾ പൊട്ടിപ്പോകുന്നതിനെയാണ് അപക്ഷയം എന്ന് വിളിക്കുന്നത് അല്ലേ? ശരിയാണ് കേട്ടോ. പാറകൾ പൊട്ടിപ്പോകുന്നതിനെയാണ്. എന്നാൽ അപക്ഷയത്തിന്റെ ശരിയായ നിർവചനം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? നോക്കാം. അപക്ഷയം എന്നാൽ എന്താണ്? ഒരാൾ ഇതൊന്ന് വായിച്ചേ. ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളെ അപക്ഷയം എന്ന് പറയുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? മുമ്പ് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഈ കല്ലിൽ നിന്ന് പൊട്ടിപ്പോയ കല്ലുകളാവാം ഇതല്ലേ? ഇതുപോലെ തന്നെ ശിലകൾ അല്ലെങ്കിൽ പാറകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളെയാണ് അപക്ഷയം എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായല്ലേ? എന്നാൽ എങ്ങനെയായിരിക്കാം ഇത്രയും കട്ടിയുള്ള പാറകളെ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ഒക്കെ ചെയ്യുന്നത്? എന്തെങ്കിലും കാരണങ്ങൾ കാണില്ലേ അതിന്? ചിലപ്പോൾ വെള്ളച്ചാട്ടം. ശരിയാണ് കേട്ടോ. വെള്ളച്ചാട്ടത്തിലൂടെയും മറ്റുമൊക്കെ പാറകൾ ഒഴുകി പോകുന്നത്
പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ തട്ടി തട്ടി പൊട്ടലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ശരിയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ എന്തൊക്കെയായിരിക്കാം? കാറ്റ്. ചിലപ്പോൾ കാറ്റും ഒരു കാരണമാകാറുണ്ട്. ഇതുപോലെ പല കാരണങ്ങൾ കൊണ്ടാണ് പാറകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും കാരണങ്ങൾ കാണില്ലേ? അറിയാമോ നിങ്ങൾക്ക്? അറിയില്ല. എന്നാൽ നമുക്ക് നോക്കിയാലോ ബാക്കി എന്തൊക്കെ കാരണങ്ങളാണ് ഉള്ളതെന്ന്. പക്ഷെ വിവിധ തരം അപക്ഷയങ്ങൾ ഏതെല്ലാമാണെന്ന് പഠിക്കുന്നത് വഴി നമുക്ക് കുറച്ചുകൂടി കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ നമുക്ക് വിവിധ തരം അപക്ഷയങ്ങൾ ഏതാണെന്ന് നോക്കിയാലോ. ഒപ്പം അപക്ഷയം ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഏതാണെന്ന് നമുക്ക് പഠിക്കാം. എന്നാൽ നോക്കാം നമുക്ക്. നിങ്ങൾ ഈ ചിത്രം കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഈ ചിത്രത്തിൽ എന്താണുള്ളത്? ഇതൊരു പാറയാണ്. ഈ പാറയ്ക്ക് എന്താണ് സംഭവിച്ചത്? നീല നിറത്തിൽ കാണുന്നത് എന്താണ്? സാധാരണ ചിത്രങ്ങളിലെല്ലാം നീല നിറത്തിൽ കാണുന്നത് ജലം. മിടുക്കി, ശരിയാണ് കേട്ടോ. ഇതില് പാറയ്ക്കുള്ളില് ജലം ആഴ്ന്നിറങ്ങിയിരിക്കുകയാണല്ലേ. പാറയ്ക്കുള്ളില് ജലം ആഴ്ന്നിറങ്ങി എന്ന് പറഞ്ഞ ഒരു പാറ എങ്ങനെയാണ് പൊട്ടിപ്പോകുന്നത്? അറിയാമോ? ഇല്ല. എന്നാൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതെന്താണ്? ഇതൊരു പ്ലാസ്റ്റിക് കുപ്പിയാണല്ലേ. പക്ഷെ ഇതില് ജലമൊന്നുമില്ല. പക്ഷേ ഈ കുപ്പിയില് ജലം ഉണ്ടല്ലേ. പക്ഷെ ഈ രണ്ട് കുപ്പിക്കും എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, മാറ്റമൊന്നുമില്ലല്ലേ. എന്നാൽ ഈ കുപ്പിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഉണ്ടല്ലേ. ഇതിന്റെ അടിവശമൊക്കെ ചളുങ്ങി പുറത്തോട്ട് തള്ളി വന്നിട്ടുണ്ടല്ലേ. പക്ഷെ ടീച്ചർ ഇത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അതുകൊണ്ടാണ് ഇതിന്റെ അടിവശം ഇങ്ങനെ തള്ളി വന്നത്. ഇതില് നിറയെ ജലമുണ്ട്. നമുക്കിത് പാറയോട് ഉപമിച്ച് കഴിഞ്ഞാല് ആദ്യം കാണുന്നത് പാറ. ഇതില് വെള്ളമൊന്നുമില്ല. എന്നാൽ ഇതിലൂടെയുള്ള വിള്ളലുകൾ വഴി മറ്റുമായി വെള്ളം ആഴ്ന്നിറങ്ങുന്നു. പാറയ്ക്കുള്ളിലേക്ക് വെള്ളം ആഴ്ന്നിറങ്ങുന്നു. അതിനുശേഷം തണുപ്പുള്ള കാലാവസ്ഥയും മറ്റും വരുമ്പോൾ ഈ വെള്ളം കട്ട പിടിക്കുന്നു. കട്ട പിടിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പാറയ്ക്കുള്ളില് ജലത്തിന് കുറച്ചുകൂടി സ്ഥലം വേണം അല്ലേ. ആ സ്ഥലം വേണ്ടി വരുമ്പോൾ പാറ വികസിക്കുന്നു. അതിനുശേഷം നല്ല ചൂടുള്ള കാലാവസ്ഥ വരുമ്പോൾ അത് വീണ്ടും ജലമായി മാറുന്നു. അപ്പോൾ പാറ സങ്കോചിക്കുന്നു, പിന്നെയും വികസിക്കുന്നു. നല്ല തണുപ്പുള്ള കാലാവസ്ഥ വരുമ്പോൾ ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് കണ്ടോ? ഈ കുപ്പി ഇങ്ങനെ മേശയിൽ വെക്കുമ്പോഴത്തേക്കും അത് ഇരിക്കുന്നില്ല. അതുപോലെ തന്നെ പാറയ്ക്കുള്ളിലും ഇതുപോലെ പ്രവർത്തനങ്ങൾ നടന്ന് അത് പൊട്ടിപ്പോകുന്നതിന് കാരണമാകുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? അതുകൊണ്ട് തന്നെ ഈ പാറയ്ക്കുള്ളിലൊക്കെ ഇതുപോലെ വീണ്ടും വീണ്ടും പൊട്ടലുകൾ ഉണ്ടായി അത് വിവിധ കഷ്ണങ്ങളായി മാറുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായല്ലേ? ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഭൗതിക അപക്ഷയം. എന്താണ് ഭൗതിക അപക്ഷയം? മനസ്സിലായോ? മനസ്സിലായല്ലേ? ഈ രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണെന്ന് മനസ്സിലായോ? ഇല്ല. ഇതില് പാറയ്ക്കുള്ളില് വിവിധ സുഷിരങ്ങൾ ഉണ്ടാവുകയാണ്. വിവിധ സുഷിരങ്ങളാണ് ഈ പാറയ്ക്കുള്ളില് സംഭവിച്ചിരിക്കുന്നത്. ഇത് പാറയ്ക്ക് ജീർണനമൊക്കെ സംഭവിക്കുന്നതാണ്. എങ്ങനെയാണ് ഒരു പാറയ്ക്ക് ഇതുപോലെ സംഭവിക്കുന്നത്? അറിയാമോ? ഇല്ല. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ? ഇത് ചെതല് പിടിച്ച ഒരു തടിക്കഷ്ണമാണ്. ഇതിനെ നിങ്ങൾ ഒരു പാറയോട് ഉപമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതില് വിവിധ സുഷിരങ്ങളൊക്കെ കാണുന്നുണ്ടോ? ഇതിന് നല്ല തടിക്കഷ്ണമായിരുന്നു. പക്ഷെ അതിന് വിവിധ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. ഇതുപോലെ പാറയ്ക്കും വിവിധ വാതകങ്ങളുടെയും അതുപോലെ തന്നെ ജലത്തിന്റെയും എല്ലാം പ്രവർത്തന ഫലമായിട്ടാണ് ഇതിന് വിള്ളലുകളും മറ്റും സംഭവിക്കുന്നത്. അതെങ്ങനെയാണെന്ന് അറിയാമോ? ഈ പാറയ്ക്ക് ജലവും അതുപോലെ തന്നെ വാതകങ്ങളായ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങളും പാറയ്ക്കുള്ളിലെ ധാതുക്കളുമായി
രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, അതുപോലെ ജലം തുടങ്ങിയവ പാറയ്ക്കുള്ളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് വഴി പാറയ്ക്ക് ജീർണനവും മറ്റും സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ പാറകൾക്ക് പൊട്ടലുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഈ അപക്ഷയത്തിന് എന്ത് പേരാണ് പറയുന്നത് നിങ്ങൾക്കറിയാമോ? ഇല്ല. രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടാവുന്ന അപക്ഷയമായതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് രാസിക അപക്ഷയം എന്ന് പറയാം. എന്താണ് രാസിക അപക്ഷയം? മനസ്സിലായോ? മനസ്സിലായല്ലേ? ഇനി അടുത്ത ചിത്രം നോക്കിക്കേ. ഈ രണ്ട് ചിത്രവും നമുക്ക് ഒരു അപക്ഷയത്തിന്റെ കീഴിൽ പറയാവുന്നതാണ്. ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഇതൊരു മരമാണല്ലേ. ഈ മരത്തിന് ഇതെന്താണ്? വേര്. ഈ വേര് എങ്ങോട്ടാണ് ആഴ്ന്നിറങ്ങിയിരിക്കുന്നത്? പാറയ്ക്കുള്ളിലേക്ക് മരത്തിന്റെ വേര് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. മുമ്പത്തെ ചിത്രത്തിൽ കണ്ടതുപോലെ തന്നെ ജലം ആഴ്ന്നിറങ്ങിയില്ലേ, അതുപോലെ തന്നെ മരത്തിന്റെ വേരാണ് ഇവിടെ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ കണ്ട പൊട്ടലുകൾ സംഭവിച്ചിരിക്കുന്നത്. ഇതുപോലെ പാറയ്ക്കുള്ളിലേക്ക് മരങ്ങളുടെയും മറ്റു സസ്യങ്ങളുടെയും എല്ലാം വേരുകൾ ആഴ്ന്നിറങ്ങുന്നതിന് ഫലമായി പാറയ്ക്ക് പൊട്ടലുകൾ സംഭവിക്കാറുണ്ട്. മനസ്സിലായോ? ഇനി അടുത്ത ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഇതാരാണ്? ഇതൊരു എലിയാണല്ലേ. പക്ഷെ എലിയെ പോലെയുള്ള ഒരു കുഞ്ഞു ജീവി എങ്ങനെയാണ് ഒരു വലിയ പാറ പൊട്ടിക്കുന്നത്? എലി തുരക്കുമെന്നോ? ശരിയാണ് കേട്ടോ, എലി തുരക്കും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എലി അല്ലെങ്കിൽ എലിയെ പോലെയുള്ള മറ്റ് ജീവജാലങ്ങൾ മാളങ്ങൾ നിർമ്മിക്കുന്നത് വഴി പാറകൾക്ക് ബലക്ഷയം ഉണ്ടാവുകയും അതോടൊപ്പം പാറ പൊട്ടിപ്പോകുന്നതിന് അത് കാരണമാവുകയും ചെയ്യുന്നു. മനസ്സിലായോ? പിന്നെ വേറൊരു രീതിയിലും ഇത്തരം ജീവജാലങ്ങൾ പാറ പൊടിയുന്നതിന് കാരണമാകാറുണ്ട്. എങ്ങനെയാണെന്നോ? ഇത്തരം ജീവജാലങ്ങൾ ചത്തു കഴിയുമ്പോൾ അവരുടെ മൃതശരീരങ്ങൾ ജീർണിക്കുന്നത് വഴിയും പാറകൾക്ക് ബലക്ഷയം ഉണ്ടാകുന്നു. അങ്ങനെ പാറ പൊട്ടിപ്പോകുന്നതിന് അത് കാരണമാകുന്നു. പക്ഷെ ഇതുപോലെ സസ്യങ്ങളും ജീവജാലങ്ങളും മാത്രമല്ല പാറ പൊട്ടിപ്പോകുന്നതിന് കാരണമാകുന്നത്. പിന്നെയോ നമ്മൾ അടങ്ങുന്ന ഒരു സമൂഹവും പാറ പൊടിയുന്നതിന് കാരണമാകാറുണ്ട്. എങ്ങനെയാണത്? നമ്മൾ എങ്ങനെയാണ് പാറ പൊട്ടിക്കുന്നത്? വീടുകളും മറ്റും നിർമ്മിക്കാനായിട്ട് പാറകൾ പൊട്ടിക്കാറുണ്ടല്ലേ. ശരിയാണ് കേട്ടോ. വീടുകളും മറ്റും നിർമ്മിക്കാൻ നമ്മൾ പാറകൾ പൊട്ടിക്കാറുണ്ട്. അതുപോലെ തന്നെ ഖനനം, ഈ കുഴിച്ചൊക്കെ പോയില്ലേ, അങ്ങനെ വരുമ്പോഴും പാറ പൊടിയാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്തൊക്കെയാണെന്ന്? ഇതില് ജീവശാസ്ത്രപരമായ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. സസ്യങ്ങൾക്കായാലും ജീവനുണ്ട്, അതുപോലെ മൃഗങ്ങള്, ജീവജാലങ്ങള്, അവർക്കായാലും ജീവനുണ്ട്, പിന്നെ നമുക്കും ഒക്കെ ജീവനില്ലേ. അതുകൊണ്ട് തന്നെ ഇത് ജീവശാസ്ത്രപരമായ അപക്ഷയമാണ്. അപ്പൊ ഇതിന് എന്താണ് പേര്? ജീവശാസ്ത്രപരമായതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ജൈവിക അപക്ഷയം എന്ന് വിളിക്കാം. എന്താണ്? ജൈവിക അപക്ഷയം. അപ്പൊ നമ്മൾ ഇന്ന് എത്ര തരം അപക്ഷയങ്ങളെയാണ് പഠിച്ചത്? 4 അല്ല 3. ഏതൊക്കെയായിരുന്നു? ഭൗതിക അപക്ഷയം, പിന്നെ രാസിക അപക്ഷയം, പിന്നെ അവസാനം പഠിച്ചത് ജൈവിക അപക്ഷയം. മനസ്സിലായല്ലേ? വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഈ ഒരു ചാർട്ട് വരച്ച് കാണിക്കാം. പക്ഷെ ആ ചാർട്ടിന് ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. എല്ലാരും തയ്യാറല്ലേ? തയ്യാറാണല്ലേ? ഓക്കെ. അപക്ഷയങ്ങളെ എത്രയായിട്ടാണ് തരംതിരിച്ചത്? 3. ഏതൊക്കെയായിരുന്നു? ഭൗതിക അപക്ഷയം, പിന്നെ രാസിക അപക്ഷയം, പിന്നെ ജൈവിക അപക്ഷയം. ഇനി ഇതിനെല്ലാം കാരണങ്ങൾ നിങ്ങൾ ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഭൗതിക അപക്ഷയത്തിൽ എന്തൊക്കെയായിരുന്നു കാരണങ്ങൾ? ജലം ആഴ്ന്നിറങ്ങുന്നതായിരുന്നല്ലേ. ജലം ആഴ്ന്നിറങ്ങുന്നത് കൊണ്ടാണ് ഭൗതിക അപക്ഷയം സംഭവിക്കുന്നത്.
അപ്പം ജലം ഒരു കാരണമാണ്. പക്ഷെ ജലം മാത്രം ആഴ്ന്നിറങ്ങിയെന്ന് വെച്ചൊരു പാറ പൊടിയോ? ഇല്ലല്ലോ. പിന്നെ എന്തൊക്കെയായിരുന്നു? കാലാവസ്ഥയുടെ വ്യതിയാനം ഒരു കാരണമാണ്. എങ്ങനെയാണ്? താപം കൂടുകയും പിന്നെ കുറയുകയും ചെയ്യുന്നത്. അപ്പം താപത്തിന്റെ ഏറ്റക്കുറച്ചിൽ, താപം കൂടുകയും കുറയുകയും ചെയ്യുന്നത്. പിന്നെ രാസകാപക്ഷയത്തിൽ എന്തൊക്കെയായിരുന്നു? രാസപ്രവർത്തനമായിരുന്നല്ലേ. എങ്ങനെയായിരുന്നത്? എന്തൊക്കെയായിരുന്നു കാരണങ്ങൾ? ജലം. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഭൗതികാപക്ഷയത്തിലും രാസികാപക്ഷയത്തിലും ജലം വരുന്നുണ്ടല്ലേ. പിന്നെയോ വാതകങ്ങൾ. ഏതൊക്കെ വാതകങ്ങളായിരുന്നു? ഓക്സിജനും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും. വെരി ഗുഡ്. ഓക്സിജനും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും. ഇനി ജൈവികാപക്ഷയത്തിലോ? സസ്യങ്ങളുടെ വേരുകളായിരുന്നു ഇറങ്ങുന്നത് അല്ലേ. സസ്യങ്ങളുടെ വേരുകൾ. പിന്നെ എലിയെ കണ്ടല്ലേ. അതെങ്ങനെയാണ്? അങ്ങനെയുള്ള ജീവജാലങ്ങൾ മാളങ്ങൾ നിർമ്മിക്കുന്നത് വഴി. അപ്പം അത്തരം ജീവജാലങ്ങൾ മാളങ്ങൾ നിർമ്മിക്കുന്ന വഴി. പിന്നെ എന്തായിരുന്നു? അത്തരം ജീവജാലങ്ങളുടെ മൃതശരീരങ്ങൾ ജീർണിക്കുന്നത് വഴി. അപ്പം മൃതശരീരങ്ങൾ ജീർണിക്കുന്നത് വഴി. പിന്നെയോ? ഓർക്കുന്നുണ്ടോ? നമ്മളടങ്ങുന്ന ഒരു സമൂഹം. അതെങ്ങനെയായിരുന്നു? മനുഷ്യര് പാറ പൊട്ടിക്കുന്നതും പിന്നെ ഖനനവും അല്ലേ. അപ്പൊ പാറ പൊട്ടിക്കുന്നതും പിന്നെ ഖനനം. നിങ്ങൾക്ക് മനസ്സിലായോ ഇത്? വിവിധതരം അപക്ഷയങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഓർക്കുന്നുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് എന്തിനെ കുറിച്ചായിരുന്നു പഠിച്ചത്? അപക്ഷയം. അപ്പൊ എന്തായിരുന്നു അപക്ഷയം? ഒരാളൊന്ന് പറഞ്ഞേ. ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളെയാണ് അപക്ഷയം എന്ന് പറയുന്നത്. വെരി ഗുഡ്. അപ്പൊ ഓർമ്മയുണ്ട്. പിന്നെ എന്തിനെ കുറിച്ചായിരുന്നു പഠിച്ചത്? വിവിധ തരം അപക്ഷയങ്ങളെ കുറിച്ചായിരുന്നല്ലേ. ഈ ചിത്രത്തിലൂടെ നിങ്ങൾ അത് ഓർക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഇതില് ഭൗതിക അപക്ഷയം ഏതായിരുന്നു? ഇതായിരുന്നല്ലേ ഭൗതിക അപക്ഷയം? അല്ല, ഇതെന്തായിരുന്നു? രാസികാപക്ഷയമായിരുന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഭൗതിക അപക്ഷയം ഏതാണ്? ഇതാണോ? അല്ല, ഇതാണല്ലേ ഭൗതിക അപക്ഷയം. പിന്നെ ഇതെന്ത് അപക്ഷയമായിരുന്നു? ഇതാണ് ജൈവിക അപക്ഷയം. ഇതില് രാസപ്രവർത്തനമാണെങ്കിൽ ഇവിടെ എന്തായിരുന്നു? ഇത് ജീവശാസ്ത്രപരമായിട്ട് വരുന്നതാണല്ലേ. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലേ എല്ലാം? മറന്നുപോയിട്ടില്ലല്ലോ? ഇല്ല. എന്തെങ്കിലും സംശയമുണ്ടോ ഇന്നത്തെ ക്ലാസ്സില്? ഇല്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു തുടർ പ്രവർത്തനമുണ്ട്. വിവിധ തരം അപക്ഷയങ്ങളെ ചിത്രീകരിക്കുക. അങ്ങനെ ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇത് മറന്നുപോയില്ല. അതുകൊണ്ട് അത് ചിത്രം വരച്ച് സൂക്ഷിച്ചു വെക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.